ഈ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ CPM-ന് ഒരു പങ്കുമില്ല, അതിൽ ബന്ധപ്പെട്ട പ്രതികളുമായി CPM-ന് യാതൊരുവിധ പങ്കുമില്ല അല്ലെങ്കിൽ ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ CPM-നാകും. അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് പച്ചക്കള്ളമല്ലേ? മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി ഇവിടെ ഇന്ന് മനോരമയുടെ ഫ്രണ്ട് പേജ് വാർത്ത CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു, മരിച്ചു എന്ന് പറയുന്നതാണ്. അതിനൊന്നും ഇല്ലേ? ഇവിടെ CPM-ന്റെ പ്രവർത്തകരാണ് അവരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. നേരത്തെ ഞങ്ങളുടെ അനുഭാവിയായിരുന്നു എന്ന് പറയുന്ന വസ്തുതയാണ്. പക്ഷേ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. അനുഭാവിയാണ് എന്നെങ്കിലും അനുഭാവിയായിരുന്നു എന്നെങ്കിലും പറഞ്ഞത് വളരെ നല്ല കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ പറയട്ടെ. എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. വിനീഷ് പറയുന്ന RM ഗോവിന്ദന്റെ മകൻ സുരേഷിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് നാട്ടുകാരാകെ തന്നെ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ മർദ്ദിച്ച കേസിനകത്ത് CPM പ്രവർത്തകന്മാർ പ്രതിയാണ്. പിന്നെ അവരെല്ലാം ഞങ്ങളുടെ പ്രവർത്തകന്മാരാണ് എന്ന് പച്ചക്കള്ളം പറയാൻ എങ്ങനെ സാധിക്കുക? വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. അവര് ഗുണ്ടായിസം നടത്തുന്നവരാണ്. ഗുണ്ടായിസം നടത്തുന്ന ഏതെങ്കിലും ഒരാൾ പാർട്ടി അനുഭാവിയായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും അംഗീകരിക്കാൻ ഞങ്ങളില്ല. CPM ഒരു പാർട്ടിയാണ്, ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഇത്തരം അന്യായങ്ങൾ നടത്തുന്ന ഒരാളുടെയും കൂടെ CPM ഇല്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവ. അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നാണ് ചോദ്യം. അവരുടെ സ്ഥാനാർത്ഥികളൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു, അവരുടെ രാഷ്ട്രീയ അനുഭവം പ്രകടിപ്പിക്കുന്ന ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴും നിങ്ങൾ തള്ളിപ്പറയുന്ന ഒരു വാക്കുകൊണ്ട് തള്ളിപ്പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ എന്നാണ് ചോദ്യം. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് CPM പ്രവർത്തകരാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ തെളിവ്? ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി അംഗമാണോ? ഞങ്ങളുടെ പാർട്ടി അനുഭാവിയായിട്ട് എന്തെങ്കിലും പരിപാടിയിൽ അയാൾ പങ്കെടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു പാർട്ടി പരിപാടികളിലും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഒരു പ്രവർത്തകനും അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഒരാളും നിങ്ങളുടെ പാർട്ടി പരിപാടിയിൽ ഒന്നും പങ്കെടുത്തിട്ടേ ഇല്ല. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ പറയുന്ന നിങ്ങൾ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 4 പേരും, ഷരീൻ ആവട്ടെ, വിനീഷ് ആവട്ടെ, അവർ അശ്വന്ത് ആവട്ടെ, വിനോദനാവട്ടെ, ഞങ്ങളുടെ പ്രവർത്തകന്മാരല്ല. എങ്കിൽ താങ്കൾ പറയൂ, ഇവർ കോൺഗ്രസ്സുകാരാണ്, ഇവർ BJP-ക്കാരാണ് എന്ന് താങ്കൾ പറയൂ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇയാളുടെ അച്ഛൻ BJP നിങ്ങൾക്കറിയോ? ഈ മരിച്ചവന്റെ അച്ഛൻ BJP ആണ്, അത് നിങ്ങൾക്കറിയോ? ഇതിന് മകൻ BJP ആണെന്ന് നിങ്ങൾ പറയാത്തെ? അത് CPM പ്രവർത്തകരല്ല. CPM അക്കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം അന്യായമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്തോ? തെരഞ്ഞെടുപ്പ് കാലം അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടുന്നതാണോ? അതല്ല ഉദ്ദേശം. ഇപ്പൊ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല. ഇതാ പ്രധാന പ്രതിയാണല്ലോ ഷിജാൽ. ഈ ഷിജാലിന്റെ സമൂഹ മാധ്യമത്തിലെ ഈ ഫേസ്ബുക്കിന്റെ എന്താണ് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരനാവുക, കനവുണർത്തുക, കാലത്തിന്റെ കാവലാളാവുക, എന്നിട്ട് അവസാനം കാലം ആവശ്യപ്പെട്ടാൽ കലാപകാരിയാവുക. ഇതാണ് ഒരു പ്രതി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. രണ്ടാമത്തെ ഇതാ വിനീഷ്. ഈ വിനീഷ് മുളിയന്തോട് പിണറായി വിജയന്റെ നല്ല 1ാം തരം ഫോട്ടോ വെച്ചിട്ട് ഉള്ള ഈ വിനീഷിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമതൊന്നും ഇതാ DYFI മീത്തലെ കുന്നോത്ത് പറമ്പ് യൂണിറ്റിന് ഇവർ നയിക്കും. അരി നമ്മുടെ അതുല് DYFI-യുടെ കുന്നോത്ത് പറമ്പ് യൂണിറ്റിന് ഇവർ നയിക്കുമ്പോൾ ഈ ബോംബുണ്ടാക്കി ആളെ കൊല്ലാൻ നടക്കുന്ന ഒരാള്. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? ഒന്നുകൂടി DYFI-യുടെ കടുങ്ങാമൊയിൽ യൂണിറ്റ് ഇനി ഇവർ നയിക്കും. ആരത്? സായൂജിന്റെ നേതൃത്വത്തിൽ. ലേശ ഉളുപ്പ് ഈ ഒന്ന് ന്യായീകരിക്കാൻ പോയി ചത്തുടടാ. ഒരു മനുഷ്യന്റെ ജീവനും അണയാൻ പാടില്ലെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ശ്രമിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അതാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ഈ പറഞ്ഞിരിക്കുന്ന ആരും തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരല്ല. ഇപ്പോൾ ശ്രീ പ്രകാശ് ബാബു പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ടതല്ലേ? അവരുടെ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലെ അവരുടെ ചിത്രങ്ങൾ, അവരുടെ ബയോ അടക്കം വായിച്ചുകൊണ്ടാണ് ശ്രീ പ്രകാശ് ബാബു ഈ കാര്യങ്ങൾ പറഞ്ഞത്. DYFI-യുമായുള്ള അവരുടെ ബന്ധം, CPM-യുമായുള്ള അവരുടെ ബന്ധം ഒക്കെ ശ്രീ ലിജുവും പ്രകാശ് ബാബുവും പറഞ്ഞു കേട്ടില്ലേ? മിസ്റ്റർ ബേബിക്കുട്ടൻ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? പ്രകാശ് ബാബു ഒരു CPM-ന്റെ പേരിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കൂടെ? അതിന് ഭാര്യ നിൽക്കുക. ഒരു കൊലപാതകയ്ക്ക് സ്വന്തമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ട് തടസ്സമുണ്ടോ? അയാള് ഏതെങ്കിലും നേതാവിന്റെ ഫോട്ടോ ഇടുന്നു, ഇവിടെ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഞങ്ങള് പാർട്ടിയാണല്ലോ, പാർട്ടി പ്രവർത്തകന്മാരാണെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അവർ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരല്ല. കൃത്യമായിട്ട് അന്വേഷിക്കണം, ആരാണ് പിന്നിൽ നിന്ന് കണ്ടുപിടിക്കണം. ഞങ്ങൾ ആക്ഷേപിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്രമ രാഷ്ട്രീയത്തെ വലിയ പ്രചരണമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് BJP-യും കോൺഗ്രസും ചേർന്ന് നടത്തിയ കൂടാതെയാണ്. ഇവരുടെ എല്ലാം CPM ഞാൻ പറയട്ടെ, താങ്കൾ ക്ഷമയോടെ നിൽക്കൂ, ക്ഷമയോടെ കേൾക്കൂ ശ്രീ പ്രകാശ് മാസ്റ്റർ. അസഹിഷ്ണുത അവസാനിപ്പിക്കൂ. അസഹിഷ്ണുത ഞാൻ താങ്കൾ പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, നുണയാണെന്ന് അറിയാമെങ്കിലും. നവമാധ്യമങ്ങളിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു അക്കൗണ്ട് തുറന്നൂടെ? ശരിയാ, ബോംബ് സ്ഫോടനത്തിൽ മരണമടഞ്ഞ ഷെറിൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ബോംബ് പൊട്ടി മരണമടയും എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തകനോ ആയിരിക്കുന്ന ഇയാൾ എന്റെ ശത്രുവായ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അതിന്റെ പഴി ഇരുന്നോട്ടെ എന്ന് കരുതിക്കൊണ്ട് കുറെ ഫേസ്ബുക്ക് അക്കൗണ്ട്
തുടങ്ങുക. കാരണം അറിയാമല്ലോ ഇത്രാം തീയതി ഇത്ര മണിക്ക് ബോംബ് പൊട്ടി മരിക്കാൻ പോവുകയാണ്, അപ്പൊ ഞാൻ മരിക്കുന്നതിന്റെ പേരുദോഷം എന്റെ ശത്രുവായ CPM ഇരുന്നോട്ടെ എന്നിട്ട് തുടങ്ങിയതാണോ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് ശൈലജ ടീച്ചർക്കൊപ്പം ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരിക്കുന്ന കൊടിസുനിയെ പോലുള്ള കൊടും CPM ഗുണ്ടകൾക്കൊപ്പം. ഇവരുടെയൊക്കെ വീരനായകന്മാർ ഈ പറഞ്ഞതുപോലെ കുഞ്ഞനന്ദനും കൊടിസുനിയും കിർമാണിയും രജീഷും ട്രൗസറും ഒക്കെയാണ്. മരിച്ചു കഴിയുമ്പോൾ അവരുടെ പാർട്ടി പറയും DYFIയുടെ പേരിലോ CPMന്റെ പേരിലോ വ്യാജ അക്കൗണ്ടുകൾ തുടങ്ങിയതാണ്, ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധമില്ല. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. ഞാൻ പ്രകാശ് മാഷെ വെല്ലുവിളിക്കുന്നു. പ്രകാശ് മാഷെ, ഞാൻ ഈ പറഞ്ഞ ഈ 3 DYFIയുടെ ഈ പറഞ്ഞ പേരുകൾ അവിടെയുള്ള പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ഞാൻ ഈ പൊതുപ്രവർത്തനം നിർത്തി പോവാ. ഞാൻ പറഞ്ഞത് തെറ്റാണ്. പ്രകാശ് മാഷ് പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ പൊതുപ്രവർത്തനം നിർത്തുവോ? അല്ല അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? കുറച്ചൊക്കെ ഇനിയെങ്കിലും ഈ ജനങ്ങളെ അപമാനിക്കുന്ന ഈ പരിപാടി അത് താങ്കളൊന്ന് നിർത്തണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും യാതൊരു വസ്തുതയുമില്ല. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 53% ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ് CPIM. പിന്നെ കോപ്പാണ് ഇവിടെ ഇപ്പോ ഈ എവിടെയാ 53% വോട്ട്? കേരളത്തില് CPM 53% വോട്ടാണോ? CPM 53% വോട്ടുണ്ടോ? ശ്രീ എം പ്രകാശ് പാർട്ടിയല്ലേ? CPM 53% വോട്ടുണ്ടോ? എന്തും പറയാം. അല്ലല്ല, ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ 53% വോട്ട് കൂടിയ പ്രകാശ് മാഷെ CPM ന് ഇതൊക്കെ പാർട്ടി ഓഫീസിലെ നിങ്ങളുടെ DYFIക്കാരോട് ക്യാപ്സ്യൂൾ കൊടുത്താൽ മതി. ധാരാളം കേരളത്തിലെ പ്രബുദ്ധരായ ജനതയോട് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഈ ലോകത്താകെ BJP ഉണ്ടോ? ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? ലോകത്തെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. എന്നാ പിന്നെ ഞാൻ അങ്ങട് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.